Hello students, welcome back to Plus One Economics Online Classroom. പ്രീവിയസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് സെഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അതായത് കാർഷിക പ്രക്രിയയിലെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് 2 ആസ്പെക്റ്റ്, 2 തരം വൈവിധ്യവൽക്കരണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, അതായത് ക്രോപ്പ് മീൻസ് വിളകൾ അല്ലേ, വിളകളുടെ ഉൽപ്പാദനത്തിലുള്ള വൈവിധ്യവൽക്കരണം എന്ന് വെച്ചാൽ വിളകളിൽ ഉണ്ടാകുന്ന വൈവിധ്യവൽക്കരണം, പലതരത്തിലുള്ള വിളകൾ അല്ലെങ്കിൽ ക്രോപ്സ് ഉപയോഗിക്കുക, ഈ ക്രോപ്സിൽ ഉണ്ടാകുന്ന ഡൈവേഴ്സിഫിക്കേഷൻ. സെക്കൻഡ് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അതായത് ഇത്തരത്തിൽ കാർഷിക പ്രക്രിയയിൽ ഉണ്ടാകുന്ന വൈവിധ്യവൽക്കരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിളകളിൽ ഉണ്ടാകുന്ന വൈവിധ്യവൽക്കരണം. രണ്ടോ, കാർഷിക പ്രക്രിയയിൽ ഉണ്ടാകുന്ന വൈവിധ്യവൽക്കരണം. Okay, first one, diversification of crop production. This involves shift from single cropping system to multi cropping system. എന്ന് പറഞ്ഞാൽ ഒരു വിള ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒന്നിലേറെ വിളകൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ ഒരു പാടം എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ, ഓക്കെ ആണല്ലോ, ആ കൃഷി ഭൂമി അല്ലെങ്കിൽ പാടത്ത് ഒരു വിള അല്ലെങ്കിൽ ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ഒന്നിലേറെ ക്രോപ്സ് എന്ത് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള വിളകൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരിക. ഓക്കെ, സെക്കൻഡ്, അതിൻ്റെ ബാക്കി വരുന്നതാണ് ദിസ് ഓൾസോ ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ക്രോപ്പിംഗ് പാറ്റേൺ ഫ്രം ഫുഡ് ഗ്രെയിൻസ് ടു ക്യാഷ് ക്രോപ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. എന്താണ് വാണിജ്യവൽക്കരണം അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഓൾസോ ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ക്രോപ്പിംഗ് പാറ്റേൺ ഫ്രം ഫുഡ് ഗ്രെയിൻസ് ടു ക്യാഷ് ക്രോപ്സ്, അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള മാറ്റം അല്ലെ, ഷിഫ്റ്റ്, അതിനാണ് എന്ത് പറയുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ഫ്രം ഫുഡ് ഗ്രെയിൻസ് ടു ക്യാഷ് ക്രോപ്സ് അല്ലേ, അതായത് ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള മാറ്റം, ഷിഫ്റ്റിനാണ് എന്ത് പറയുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ മെയിൻ എയിം ഈസ് ടു പ്രൊമോട്ട് ഷിഫ്റ്റ് ഫ്രം സബ്സിസ്റ്റന്റ് ഫാമിംഗ് ടു കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിനെ അല്ലെങ്കിൽ വാണിജ്യവൽക്കരണത്തിനെ, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വൈവിധ്യവൽക്കരണം ഉണ്ട്. ഒന്നേതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വിളകളിൽ ഉണ്ടാകുന്ന വാണിജ്യവൽക്കരണം. സെക്കൻഡ് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, കാർഷിക പ്രക്രിയയിലുള്ള വൈവിധ്യവൽക്കരണം. എന്താണ് അതിൽ പറയുന്നത്? As agricultural is already overcrowded, the major portion of the increasing labor force needs to find alternative employment opportunities in other non-farm sectors. അതായത് അഗ്രികൾച്ചർ സെക്ടർ എന്താണ്, ഓവർ ക്രൗഡഡ് ആണ് അല്ലെ. യൂഷ്വലി എന്താണ് ഓവർ ക്രൗഡഡ് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാർഷിക മേഖലയിൽ എക്സിസ്റ്റിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ലേബർ ഫോഴ്സ്, അതായത് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ പല ആളുകൾക്കും എന്താണ്, ഇവിടെ ജോലി ഇല്ല അല്ലേ. ഒരുപാട് പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ ലൈവ്ലിഹുഡായിട്ട് ഒപ്റ്റ് ചെയ്യുന്നത് അല്ലേ, അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നത്, കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അത് ഒട്ടുമിക്ക പേരും എന്താണ്, അൺഎംപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് എന്തില്ല, ജോലി ഇല്ല എന്നർത്ഥം. ഓക്കെ, ആണല്ലോ, ജോലി ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇവർ കാർഷിക മേഖല അല്ലാത്ത മേഖലകളിലും എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ജോലി എന്ത് ചെയ്യണം, തേടി പിടിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് അവർ they needs to find alternative employment opportunities in other non-farm sectors. അവർ കർഷകരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം,
അവർ നമ്മൾ സൈഡ് ബിസിനസ് എന്ന് പറയാറില്ലേ. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറ്, സൈഡ് ബിസിനസ് ആയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ സൈഡായിട്ട് അവർ എന്ത് ചെയ്യണം, വേറെ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയും. അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ. അതുപോലെ എന്താണ് ഈ പക്ഷികളല്ലേ, ഈ കോഴി വളർത്തൽ അല്ലേ, കോഴി വളർത്തലൊക്കെ എന്താണ്. അതുപോലെ ഫിഷിംഗ് എന്ന് പറയാം, മത്സ്യബന്ധനം. ഇതെല്ലാം എന്താണ്, സൈഡായിട്ടുള്ള ഒരു കാർഷിക പ്രക്രിയയിലെ വൈവിധ്യവൽക്കരണമാണ്. നിങ്ങൾ കർഷകരാണ്, ഇപ്പോൾ ഞാൻ കർഷകനാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു മേഖല നഷ്ടമാണെന്ന് അറിയാമെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നു, ലൈവ്ലിഹുഡിനുമായിട്ട് മറ്റ് ബദലായിട്ടുള്ള ജോലികളോട് ഞാൻ എന്ത് ചെയ്യുന്നു, ഏർപ്പെടുന്നു. എന്തൊക്കെയായിരിക്കാം, അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ, അതുപോലെ എന്താണ്, അതുപോലെ ഫിഷിങ് അല്ലെ, മത്സ്യബന്ധനം. ഇതെല്ലാം എന്താണ്, അതിനുള്ള എക്സാമ്പിളുകളാണ്, ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഡൈവേഴ്സിഫിക്കേഷൻ എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. കാർഷിക മേഖലയിലെ ഡൈവേഴ്സിഫിക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്, അനിമൽ ഹസ്ബൻഡറി ചോദിക്കാറുണ്ട്, ഫിഷിംഗ് ചോദിക്കാറുണ്ട്, മത്സ്യബന്ധനത്തിനെ കുറിച്ചൊക്കെ അതിൽ ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് എന്താണ്, ജൈവ കൃഷി എന്താണ് ചോദിക്കാറുണ്ട്. ഓർഗാനിക് ഫാമിംഗ്, വാട്ട് ഈസ് ഓർഗാനിക് ഫാമിംഗ്, എന്താണ് ജൈവ കൃഷി എന്ന് ചോദിക്കാറുണ്ട്. ഓർഗാനിക് ഫാമിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് നാച്ചുറലി. എന്തെന്ന് പറയുന്നു, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാർഷിക രീതിയാണ്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്ന രീതിയാണ് എന്ത്, ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ കൃഷി എന്ന് പറയും അല്ലെ. കാർഷിക ഉൽപ്പാദന രീതി പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡ് ആണെന്ത്, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് അവോയ്ഡ്സ് ദി യൂസ് ഓഫ് സിന്തറ്റിക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലേ. ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തരത്തിൽ ജൈവ കൃഷി എന്ത് ചെയ്യുന്നു, കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ രാസകീടനാശിനികളും അതുപോലെ അത്തരത്തിലുള്ള പല കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡും എല്ലാം എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല അല്ലെ, അവോയ്ഡ് ചെയ്യുന്നു. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ, ഇക്കോ ഫ്രണ്ട്ലി ആണ്, അത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് വെച്ചാൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡാമേജും വരുത്താത്ത രീതിയിലുള്ള ഒരു മെത്തേഡ് ഓഫ് ഫാമിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. എന്തിനൊക്കെ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെയും പെസ്റ്റിസൈഡ്സിനെയും എല്ലാം എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഇറ്റ് ഈസ് വെരി ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് വെരി എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ടേമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. അത് നമുക്കിനി 9ാമത്തെ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിന് മുന്നോടിയായിട്ടൊരു ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടാണ് നമ്മളിവിടെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പഠിക്കും. ബാക്കിയുള്ളത് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ചോദിക്കും, ഇറ്റ് ഈസ് വെരി ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് വെരി ഇസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓർഗാനിക് ഫാമിംഗ് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ എന്താ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യുന്നു, കാരണമാവുന്നു. അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണെന്ത്, ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തു വെച്ചോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇറ്റ് ഹാസ് സീറോ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. അതായത് ഇത്തരത്തിൽ ഓർഗാനിക് ഫാമിങ്ങിന് എന്തില്ലാവില്ല, സീറോ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, അഡ്വേഴ്സ് എഫക്റ്റുകളും ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡാമേജ് അല്ലെങ്കിൽ നശിക്കലുകൾ അല്ലെങ്കിൽ എന്തുണ്ടാവുന്നില്ല, ഇവിടെ ഉണ്ടാവുന്നില്ല. എന്തിന്, എൻവയോൺമെന്റിന് ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നില്ല, ഒരു വിധത്തിലുള്ള ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഓർത്ത് വെക്കണം. ഓർഗാനിക് ഫാമിംഗ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഓർഗാനിക് ഫാമിംഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് എന്താ, ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് എഴുതി വെക്കണം. ഓർഗാനിക് ഫാമിംഗ് എന്താണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ദാറ്റ് ലീഡ്സ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ദാറ്റ് വെരി എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് പ്രകൃതി സംരക്ഷണത്തിനുള്ള ഒരു ഭാഗമായതിനാൽ എന്തിന് കാരണമാവുന്നു, ജൈവ കൃഷി എന്തിൻ്റെ ഒരു എസെൻഷ്യൽ ഭാഗമാണ് അല്ലെങ്കിൽ സുപ്രധാന ഘടകമാണ്, സുസ്ഥിര വികസനത്തിൻ്റെ ഒരു സുപ്രധാനപ്പെട്ട ഘടകമാണ്. ഓർത്തു വെക്കണം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫാമിങ്. ജൈവ കൃഷിയുടെ അഡ്വാൻറ്റേജസുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കോസ്റ്റ്ലിയർ അഗ്രികൾച്ചറൽ ഇൻപുട്സ് സച്ച് ആസ് HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ് എക്സെട്ര. അതായത് നമുക്കറിയാം HYV സീഡ്സ് പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്റർ പഠിച്ച സമയത്ത് പഠിച്ചു. HYV സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ,
ഹൈ yielding വെറൈറ്റി സീഡ്സ് അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. എവിടെ നമ്മൾ പഠിച്ചത്? ഗ്രീൻ റവല്യൂഷൻ്റെ സമയത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന അല്ലേ സീഡ്സ് ആയിരുന്നു HYV സീഡ്സ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, രാസകീടനാശിനികൾ, അതുപോലെ രാസവളങ്ങൾ, ഇതൊന്നും എവിടെ ഉപയോഗിക്കുന്നില്ല. ഇത്തരത്തിൽ ജൈവ കൃഷിയിൽ ഉപയോഗിക്കുന്നില്ല. അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഓർഗനൈസ്ഡ് ഓർഗാനിക് ഇൻപുട്സ് വിച്ച് ആർ ചീപ്പർ ആൻഡ് ദെർബൈ ജനറേറ്റ് ഗുഡ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെയാണല്ലോ. ഇതെന്തൊരു കാരണമാവുന്നു? പ്രകൃതിക്ക് അല്ലേ, അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരുവിധ ഡാമേജും വരുത്തുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇറ്റ് ജനറേറ്റ് ഇൻകം ത്രൂ എക്സ്പോർട്ട് ആസ് ദി ഡിമാൻഡ് ഫോർ ഓർഗാനിക്കലി ഗ്രോൺ ക്രോപ്സ് ആർ ഓൺ ദി റൈസ്. നമുക്കറിയാം ഇത്തരത്തിൽ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗാനിക് പ്രൊഡക്ട്സിന് എന്തുണ്ട്? ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഒട്ടാകെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഒരുപാട് പേര് പ്രത്യേകം ചോദിച്ചു വരാറുണ്ടല്ലേ, ഓർഗാനിക് ആണോ? നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇത് പ്യുവർലി ഓർഗാനിക് ആണോ അല്ലെങ്കിൽ അൺഓർഗാനിക് ആണോ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ലോകത്ത് എവിടെ എന്തുണ്ട്? വലിയൊരു മാർക്കറ്റ് ഉണ്ട്, ഒരു ഡിമാൻഡ് അല്ലേ, ഒരു ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഓർഗാനിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതെന്തൊരു കാരണമാകുന്നുണ്ട്? എക്സ്പോർട്ട് അല്ലേ, ഒരുപാട് എക്സ്പോർട്ടിന് കാരണമാകുന്നുണ്ട്. അതുപോലെ എന്താണ്? നമ്മുടെ ഇൻകം റൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. തേർഡ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് പ്രൊവൈഡ് ഹെൽത്തി ഫുഡ് ആസ് എ ഓർഗാനിക്കലി ഗ്രോൺ ഫുഡ് ആസ് മോർ ന്യൂട്രീഷണൽ വാല്യൂ ദാൻ ഫുഡ് ഗ്രോൺ ത്രൂ കെമിക്കൽ ഫാമിങ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇത്തരത്തിൽ രാസവളങ്ങളും അതുപോലെ കീടനാശിനികളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങളല്ലേ, കാർഷിക ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പോഷക ഗുണമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ ജൈവ കൃഷിയിലൂടെ വരുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആസ് ഇറ്റ് റിക്വയർസ് മോർ ലേബർ ഫോർ പ്രൊഡക്ഷൻ ദാൻ കെമിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അതായത് ഇത്തരത്തിൽ ജൈവ കൃഷി ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എങ്ങനെയാണത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓർഗാനിക് ഫാമിംഗ് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലേ, പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇത്തരത്തിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ പെസ്റ്റിസൈഡുകളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? അവിടെ ഒരുപാട് എംപ്ലോയേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ, ജോലിക്കാരുടെ ആവശ്യം വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾ വിളവെടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വിത്ത് നട്ടുവെന്ന് വിചാരിക്കുക. അവിടെ കള പറിക്കുക ഉണ്ടായിരിക്കും. നിങ്ങൾ കള പറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കീടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ നമ്മൾ നശിപ്പിക്കാറുണ്ട് അല്ലേ, പുകയില കഷായം എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ കള പറിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഒരു എംപ്ലോയർ ആണ് അല്ലേ, ഒരു തൊഴിലാളി ആയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ കീടനാശിനികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ? ഇത്തരത്തിലുള്ള ഒരു കീടങ്ങൾ അവിടെ വരുന്നില്ല അല്ലേ, ഒരു കീടങ്ങൾ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കാർഷിക മേഖലയായിട്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സബ്സിഡറി ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഒരുപാട് ജോലിക്കാരുണ്ടായിരിക്കും. അവർക്കൊന്നും ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ കെമിക്കൽസും ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? കൂടും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്ന വരും? അതിൻ്റേതായിട്ടുള്ള ഓരോ മെയിൻ്റനൻസ് എന്ത് ചെയ്യുന്നു? വരുന്നുണ്ട് അല്ലേ. അതായത് എത്ര മാറ്റങ്ങളുണ്ടായി, ഇത്തരത്തിൽ വിളകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എന്തൊക്കെയാണ് അതിന് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ വളങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ എന്ത് ആവശ്യമുണ്ട്? ഒരുപാട് എംപ്ലോയേഴ്സ് ആവശ്യമുണ്ട്. ഇതെന്തിന് കാരണമാവും? ഓർഗാനിക് ഫാമിംഗ് ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ കെമിക്കലി ഫെർട്ടിലൈസ് ഓർ പെസ്റ്റിസൈഡ് യൂസിങ് സിറ്റുവേഷൻ. അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഓർഗാനിക് ഫുഡ് ഈസ് പെസ്റ്റിസൈഡ് ഫ്രീ ആൻഡ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ വേ. ഇത്തരത്തിൽ ഓർഗാനിക് രീതികളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് എന്തായിരിക്കും? ഹെൽത്തി ആയിരിക്കും അല്ലേ. കൂടുതൽ എന്താണ്? ഹെൽത്തി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതിക്ക് അനുയോജ്യമായതായിരിക്കും. കൂടുതൽ ഹെൽത്തി ഫുഡുകൾ നമുക്ക് എന്താണ്? കിട്ടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുണ്ട്? ഓർഗാനിക് ഫാമിങ്ങിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ ഗുണങ്ങൾ പഠിച്ചു. ഇനി ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫാമിങ്. ജൈവ കൃഷിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഓക്കെ ആണല്ലോ. ദോഷങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ.
ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓർഗാനിക് ഫാമിംഗ് നീഡ്സ് ടു ബി പോപ്പുലറൈസ്ഡ് ബൈ ക്രിയേറ്റിംഗ് അവയർനെസ് ആൻഡ് വില്ലിംഗ്നെസ് ഓൺ ദി പാർട്ട് ഓഫ് ദി ഫാർമേഴ്സ് ഫോർ അഡോപ്ഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ്. ഈ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ അവയർനെസ് അല്ലേ, ബോധവൽക്കരണങ്ങൾ ആർക്ക് കൊടുത്തിരിക്കണം, കർഷകർക്ക് കൊടുത്തിരിക്കണം. ഏതൊക്കെയാണ് പുതിയ മെത്തേഡ്സുകൾ, ഇതെല്ലാം അവർ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കൊടുത്തിരിക്കണം. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തിന് കാരണമാവുന്നു, ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിന് അത് കാരണമാവുന്നില്ല അല്ലേ. എന്തൊക്കെയാണ് അല്ലെ എന്താണ് ഇത്തരത്തിൽ ജൈവ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡുകൾ, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം എന്ത് വേണം, കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കിട്ടിയില്ലെങ്കിൽ എന്തിന് കാരണമാവുന്നു, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നില്ല. ഓക്കെ. രണ്ടാമത്തെയാണ് ലോ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, ഉൽപ്പാദനക്ഷമത കുറവായിരിക്കും. എന്തുകൊണ്ടാണ്, കാരണം ജൈവ കൃഷി ആയതുകൊണ്ട് ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതെന്തിനു കാരണമാവും, അതിൻ്റെ റിസൾട്ട് പതുക്കെ കിട്ടുള്ളൂ അല്ലേ, അതിൻ്റെ ഉൽപ്പാദനക്ഷമത പതുക്കെ കിട്ടുള്ളൂ. ഇപ്പം നോക്കിയേ, ഞാൻ കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും. കാരണം കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഫുൾ കംപ്ലീറ്റ്ലി എന്താണ്, എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, പതുക്കെ ആയിരിക്കും കിട്ടുക, സ്ലോ റിസൾട്ട് ആയിരിക്കും. അതാണ് ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, ദർ ഈസ് നോ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ ദീസ് പ്രൊഡക്റ്റ് അലോൺ. അതായത് ഇത്തരത്തിൽ ജൈവ കർഷകർക്ക് അല്ലെങ്കിൽ എന്താണ്, ദർ ഇസ് നോ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ ദീസ് പ്രൊഡക്റ്റ്. ഇത്തരത്തിൽ ഈ അതായത് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിട്ട് എന്തില്ല, പ്രത്യേകമായിട്ടൊരു മാർക്കറ്റ് ഇല്ല. ആൻഡ് അപ്രോപ്രിയേറ്റ് അഗ്രികൾച്ചറൽ പോളിസി ഷുഡ് ബി ബോട്ട് ഇൻ ഫോർ ഓർഗാനിക് ഫാമിങ്. അതായത് സാധാരണ നമുക്ക് കിട്ടുന്ന അത്ര ഒരു മാർക്കറ്റിംഗ്, സാധാരണ നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ അത്ര എന്തുന്നില്ല, മാർക്കറ്റിംഗ് സംവിധാനം എന്തിന് കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല, ഇതിന് മാത്രമായിട്ട് കിട്ടുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോളിസികൾ എന്ത് ചെയ്യണം, കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതായത് ഇത്തരത്തിൽ ഓർഗാനിക് ഫാമിങ് അല്ലെങ്കിൽ ഓർഗാനിക് പ്രൊഡക്റ്റ് അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോളിസികൾ എന്താണ് കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പോളിസികൾ ഇല്ല എങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്, കുറവായിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് ഷോർട്ടർ ഷെൽഫ് ലൈഫ്. ഇത്തരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് എന്തായിരിക്കും, ഷോർട്ടർ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കാലം ഈട് നിൽക്കാത്ത ഉൽപ്പന്നങ്ങളായിരിക്കും. ഒരുപാട് കാലം ഈട് നിൽക്കില്ല, കാരണം നമുക്കറിയാമല്ലേ, കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ, ഒരുപാട് കാലം അതിന് ലോങ്ങർ ലൈഫ് ആയിരിക്കും അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിരിക്കും അല്ലേ. ഡ്യൂറേഷൻ എന്താ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിരിക്കും, ലോങ് ഡ്യൂറബിൾ ആയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ ലൈഫ് എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് ഷോർട്ടർ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്, ഒരുപാട് കാലം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, ദ ഫീൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ആർ ലെസ് ദാൻ മോഡേൺ അഗ്രികൾച്ചറൽ ഫാമിംഗ് ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ്. അതായത് തുടക്കത്തിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഓർഗാനിക് ഫാമിംഗ് എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് പതിയായിരിക്കും വരുന്നത്, പെട്ടെന്ന് വരണമെന്നില്ല. നമ്മൾ സാധാരണ കെമിക്കൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ പതിയായിരിക്കും എന്ത് ചെയ്യുക, ഇത് വരുന്നത്. ദെർഫോർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതായത് തുടക്കത്തിൽ തന്നെ എന്താണ്, പതിയായിരിക്കും റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ എന്ത് വരില്ല, നമുക്കറിയാലോ, പതുക്കെ റിസൾട്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആരും അത് ഓർഗാനിക് ഫാമിംഗ് വളരെ കൂടിയ എമൗണ്ടിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. അവരാദ്യം കുറച്ച് ചെയ്ത് നോക്കും, ചെറിയൊരു ഫീൽഡിൽ മാത്രം എന്ത് ചെയ്ത് നോക്കും. ഓക്കെ, എത്ര കാലം പിടിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാലം പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യില്ല, ഒരുപാട് ഏരിയയിലേക്കൊന്നും അല്ലെങ്കിൽ വലിയ ഫീൽഡിലേക്കൊന്നും ഇത്തരത്തിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ജൈവ കൃഷി ചെയ്യാൻ പുറപ്പെട്ട് ഇറങ്ങില്ല. ഓക്കെ ആണല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്തരത്തിൽ റിസൾട്ട് വൈകും തോറും എന്ത് ചെയ്യുന്നു, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, അപ്പോൾ ചെറിയ കർഷകരൊന്നും എന്ത് ചെയ്യില്ല, അവർക്ക് വലിയ രീതിയിൽ എന്താണ് ഇത്തരത്തിൽ ഓർഗാനിക് ഫാമിംഗ് നടത്താൻ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ദെൻ റിക്വയർ മോർ ടൈം ടു ഗെറ്റ് റിസൾട്ട് ദാൻ കെമിക്കൽ ഫെർട്ടിലൈസ് യൂസ്ഡ് ഫാമിംഗ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ, ഒരുപാട് സമയം എടുക്കുന്നു. അതായത് കെമിക്കൽ ഫെർട്ടിലൈസ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, സമയം എടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓർഗാനിക് ഫാമിങ്ങിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്താണ് സുസ്ഥിര വികസനം, എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് സുസ്ഥിര വികസനം, വെരി ഇമ്പോർട്ടൻ്റ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് വിച്ച് എയിംസ് ടു ഡെവലപ്മെൻറ്റ് ദ പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഓക്കെ, അതായത് ഇത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജനറേഷൻസ് ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജനറേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ജനറേഷനാണ്, നമുക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജനറേഷൻ വരുന്നുണ്ട്. അവർക്കും എന്താവശ്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ
എൻവയോൺമെൻറ്റൽ ഫെസിലിറ്റീസും അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്കറിയാം പ്രകൃതിയിലെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജനറേഷൻ കഴിയുന്നതോറും എന്താണ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ജനറേഷൻ കഴിയുന്നതോറും എന്താണ് പ്രകൃതിയിലെ അളവ് എന്ത് ചെയ്യുന്നില്ല, മരങ്ങളും അതുപോലെ എന്താണ് വിളകളുടെ അളവൊന്നും കൂടുന്നില്ല, കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ശേഷം എന്തുണ്ട്, ഒരു ജനറേഷൻ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നശിപ്പിക്കാതെ അല്ലേ, ഇതിനെ നശിപ്പിക്കാതെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വരുന്ന ജനറേഷന് കൂടി അല്ലേ, ഫ്യൂച്ചർ ജനറേഷനും കൂടെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ അല്ലേ, പ്രകൃതി അവർക്കും എന്താണ് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്രകൃതി എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് ദ യൂസ് ഓഫ് എനി റിസോഴ്സ് ബട്ട് എയിംസ് ടു റെസ്ട്രിക്റ്റ് ദെയർ യൂസ് ഇൻ സച്ച് എ വേ ഇറ്റ് ലെഫ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ ജനറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ചോദിക്കും എന്ന് വെച്ചാൽ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് നമുക്കൊന്നും ഉപയോഗിക്കേണ്ട എന്നാണോ, നമുക്ക് ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു റിസോഴ്സ്, ഈ എൻവയോൺമെൻറ്റിലെ പ്രകൃതിയിലെ ഒരു വിഭവങ്ങൾ ഉപയോഗിക്കേണ്ട എന്നാണോ, എന്നല്ല, ഉപയോഗിക്കണം. പക്ഷേ അത് എന്ത് ചെയ്യണം, ഒരു മിതമായ അല്ലെങ്കിൽ പരിമിതമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കണം. ഓക്കെയാണല്ലോ. അനാവശ്യമായിട്ട് അതിനെന്ത് ചെയ്യരുത്, പൊല്യൂട്ട് ചെയ്യരുത്, അതിനെന്ത് ചെയ്യരുത്, ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുക, മലിനീകരണം ഉണ്ടാക്കരുത്. നമുക്ക് ആവശ്യമായ രീതിയിൽ എന്ത് ചെയ്യുക, നിയന്ത്രിച്ച് ഉപയോഗിക്കുക. എന്നിട്ട് അത് ആർക്ക് വേണ്ടി കൈമാറുക, വരുന്ന ജനറേഷന് വേണ്ടി കൈമാറുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് പറഞ്ഞു കേട്ടോ. ഇനി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ എവിടെ പഠിക്കും, അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ നമ്മൾ എവിടെ പഠിക്കും, 9th ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു. ദെൻ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് അതിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് അല്ലേ, ഒരു തുടക്കമായിട്ട് അതിനൊരു ആമുഖമായിട്ട് പഠിച്ചു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെയാണല്ലോ. ഓപ്പറേഷൻ ഫ്ലഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇൻ എ സിസ്റ്റം ഓഫ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ലോഞ്ച്ഡ് ഇൻ 1966. ഓക്കെ, ഇന്ത്യയിൽ നമുക്കറിയാം പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ത്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ധവള വിപ്ലവം എന്ന് പറയും അല്ലേ. ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് പറയുന്നത്. ഓക്കെയാണല്ലോ, ഓർത്തു വയ്ക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് അതായത് എന്തുമായി ബന്ധപ്പെട്ടതാ, മിൽക്ക് പ്രൊഡക്ഷൻ, പാലുൽപാദനമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ഓപ്പറേഷൻ ഫ്ലഡ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ, വൺ വേർഡ് ആയിട്ട് ചോദിക്കുള്ളൂ, പാരഗ്രാഫ് ആയിട്ട് ചോദിക്കില്ല. വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. ഇങ്ങനെ ഡാഷ് ചോദിക്കും. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് എന്ന് ചോദിക്കും. എന്തുമായി ബന്ധപ്പെട്ടതാ, മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പാലുൽപാദനമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ റെയിൻബോ റെവല്യൂഷൻ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മഴവിൽ വിപ്ലവങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്, അത് ഓർത്തു വെക്കണേ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വിപ്ലവങ്ങളും അതിൻ്റെ എന്തുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളാണ്. ഗ്രീൻ റെവല്യൂഷൻ പഠിച്ചു, വൈറ്റ് റെവല്യൂഷൻ പഠിച്ചു, ഗോൾഡൻ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ, ഗ്രേ റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, ബ്ലാക്ക് റെവല്യൂഷൻ, യെല്ലോ റെവല്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ത്, റോൾ ഓഫ് IT ഇൻഡസ്ട്രീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കാർഷിക വികസനത്തിന് IT അല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയ്ക്കുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനം എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് IT ഇൻഡസ്ട്രീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അതായത് കാർഷിക വികസനത്തിന് ഇത്തരത്തിൽ വിവരസാങ്കേതിക വിദ്യയ്ക്കുള്ള പങ്ക് അല്ലെങ്കിൽ സ്ഥാനം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ്, information technology has revolutionized many sectors in the Indian economy. There is a broad agreement that IT will play a critical role in achieving sustainable development and food security in the 20th century. അതായത് ഇത്തരത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി, വിവരസാങ്കേതിക വിദ്യ എന്തിനു സഹായിക്കുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനും അതുപോലെ ഫുഡ് സെക്യൂരിറ്റി, സുരക്ഷയ്ക്കുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. ഓർത്തു വെച്ചാൽ മതി പോയിന്റ്സ് മാത്രം. സെക്കൻഡ് പോയിന്റ്, ത്രൂ പ്രോപ്പർ ഇൻഫർമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് ഗവൺമെൻറ് ഹാസ് ബീൻ ഏബിൾ ടു പ്രെഡിക്റ്റ് ഏരിയ ഓഫ് ഫുഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് വൾണറബിലിറ്റി ടു പ്രിവെൻറ്റ്
ഓർ റെഡ്യൂസ് ദി ലൈവ്ലിഹുഡ് ഓഫ് എമർജൻസി. ഇത്തരത്തിൽ വിവരസാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് ഗവൺമെന്റിന് പെട്ടെന്ന് എന്താണ് പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കും അല്ലേ, ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇത്തരത്തിലുള്ള വിവരസാങ്കേതിക വിദ്യകളിലൂടെ ഗവൺമെന്റിന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഇത്തരത്തിൽ ഫുഡ് ഇൻസെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ ഇല്ലായ്മ, അതുപോലെ പലതരത്തിലുള്ള കാർഷികപരമായിട്ടുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എന്താണ് ഗവൺമെന്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തേർഡ്, it also has a posture impact on the agricultural sector as it circulate information regarding technologies and application prices, weather and soil condition for growing different crops. Okay, just less important ആണ്. നാലാമത്തെയാണ് this has increased the knowledge about agriculture. അതായത് കാർഷിക മേഖലയുടെ കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കാൻ എന്ത് സഹായിക്കുന്നു? ഇത്തരത്തിൽ വിവരസാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഓക്കെ, ഇത്രയാണ് എന്ത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ? ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആറാമത്തെ ചാപ്റ്റർ പേരെന്തായിരുന്നു? റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു? ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ജൈവ കൃഷിയുടെ നേട്ടങ്ങളും അതുപോലെ അതിൻ്റെ പോരായ്മകളും പഠിച്ചു അല്ലെ, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോരായ്മകളും പഠിച്ചു. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്താണ് സുസ്ഥിര വികസനം എന്ന് പഠിച്ചു. ഓക്കെ, അതുപോലെ എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ്, എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ റോൾ ഓഫ് IT ഇൻഡസ്ട്രീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതായത് കാർഷിക വികസനത്തിനുള്ള വിവരസാങ്കേതിക വിദ്യയുടെ പങ്ക് അല്ലെങ്കിൽ സ്ഥാനം എന്താണെന്ന് പഠിച്ചു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടെ ആറാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ 2 പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമാണ് എക്സാമിന് ത്രൂ ഔട്ട് ആയിട്ട് ചോദിക്കാറ്. പോയിന്റുകളായിട്ട് സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.